നമസ്കാരം. വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇനി ഞാൻ സൗദി അറേബ്യയിലാണ് ഇരിക്കുന്നത്. നാളെയാണ് ഈവൻറ്റ്. ഇന്നലെ ഒരു ഫുൾ ഡേ ട്രാവലാണ്. ഒരു 15-16 അവർ. റിയലി പ്ലെയിനിൽ സ്പെൻഡ് ചെയ്ത ടൈം 6.5 hours to 7 hours തന്നെ. മോസ്റ്റ് ഓഫ് ദി ടൈം എയർപോർട്ടിലാണ് ചുറ്റിക്കൊണ്ടിരുന്നത്. ഒരുപാട് ആൾക്കാർ എയർപോർട്ടിൽ ഞാൻ കണ്ടായിരുന്നു. എല്ലാവരും എന്നെ വെൽക്കം ചെയ്തു. വളരെ നന്ദി. ഇന്ന് മാർക്കറ്റ് 150 പോയിൻ്റ് അടിയാണ്. ഇന്നലെ തന്നെ അത് അടി വേണ്ടിയിരിക്കേണ്ടതാണ്. ഇന്നലെ കഷ്ടപ്പെട്ട് എങ്ങനെയോ ബാങ്ക് നിഫ്റ്റിനെ കയറ്റി അവർ അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. ഇന്ന് അത് ശരിയായിപ്പോയി. അമേരിക്ക ശരിയാ പോണത് പോലെ ഇല്ല. മാർക്കറ്റിനായിട്ട് അടിയെന്ന് അടിക്കുന്നു. തിരികെ ഒരു 1.5% ഇറക്കിയിരിക്കുന്നു. പീക്കിൽ ഇതിന് ആൽമോസ്റ്റ് 2000 പോയിന്റ് ഇറങ്ങിയിരിക്കുന്നു. നാസ്ഡാഗ് ആരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് എക്ക് കൊടുത്തു. ഒക്കെ പോയി. AMD 17% ഔട്ടാണ്. മൈക്രോസോഫ്റ്റ് 1 year ലോയർ എടുത്തിരിക്കുന്നു. ഗൂഗിൾ എന്ത് പറഞ്ഞിരിക്കുന്നതെന്നാൽ AI ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. $185 ബില്യൺ വരയ്ക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. AIയിൽ ഞങ്ങൾ അഡ്വാൻറ്റേജിനെ ഞങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യും. അസൂർ ഗ്രോ ആയില്ലെങ്കിലും ഇവിടെ ക്ലൗഡ് മാർക്കറ്റ് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്നു. ഉടനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്യും എന്ന് പറയുന്നു. ഇതൊക്കെ മെയിൻ കാരണം സ്പേക്സ് ആൻഡ് ആൻഡ്രപ്പിയിലും അവർ സ്റ്റേക്ക് വച്ചിരിക്കുന്നു. ഇതും അല്ലാതെ അവർ സ്വന്തമായിട്ട് ജെമിനി വെച്ചിരിക്കുന്നു. ഇത് വന്നിട്ട് മൈക്രോസോഫ്റ്റിന് നമ്മൾ എടുക്കേണ്ട ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ടിഫൻ കോഫി റേഞ്ചിൽ മൈക്രോസോഫ്റ്റിനെ നിങ്ങൾ കൺസിഡർ ചെയ്യും. ഇത് വന്നിട്ട് ഹൈ റിസ്ക് സ്ട്രാറ്റജിയാണ്. ഇത് കാരണം ഇതിനെക്കുറിച്ച് വളരെ ഡെപ്തായിട്ട് വെളിയിൽ സംസാരിക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾ ഹൈ റിസ്ക് എടുക്കാൻ വില്ലിങ് എന്നാൽ ദെൻ നിങ്ങൾക്ക് 1-2 എന്ന് കൺസിഡർ ചെയ്യാം. ഇന്നും ഒരു 20% താഴെ ഇറങ്ങണം. $100 എടുത്തിരിക്കുന്നു. ഇനി വന്നിട്ട് 250 വരെ പോകാൻ ചാൻസ് ഇരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെ താങ്ങേണ്ട നോവ്സ് ഇരിക്കണം ഇരുന്നെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വന്നിട്ട് സ്വർണത്തെക്കുറിച്ചാണ്. സ്വർണം ഇന്നലെ കയറി എന്ന് സന്തോഷപ്പെട്ടാൽ താഴെ വിழுന്നിരിക്കുന്നു. 4845 വരെ വന്നിരിക്കുന്നു. റേഞ്ചിൽ നിങ്ങൾക്ക് സ്വർണത്തിനെ കൺസിഡർ ചെയ്യണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. വെയിറ്റ് ആൻഡ് വാച്ചാണ്. ഇതിനൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന ഡേറ്റ വെളിയിൽ വന്നതിൻ്റെ ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്യണം. സ്വർണത്തിൻ്റെ വില 14,200 14,300 വരയ്ക്കും ഇരിക്കുന്നു. 22 ക്യാരറ്റ് ഗോൾഡ്. 24 ക്യാരറ്റ് ഗോൾഡ് വന്നിട്ട് 15,600 15,700 വരയ്ക്കും ഇരിക്കുന്നു. അപ്പോൾ ഗോൾഡിലിടുന്ന പ്രൈസൊക്കെ മീനിങ്ലെസ്സായി. ഇത് കാരണം ആ പ്രൈസ് റേഞ്ച് ഞാൻ കോട്ട് ചെയ്യണതില്ല. ഇപ്പോൾ സിൽവറിന് അടിയെന്ന് അടിച്ചു. $75 ഇറക്കിയായിരുന്നു. എവിടെ അവർ സ്റ്റാർട്ട് ചെയ്തോ അതേ സ്ഥലത്തിൽ തിരികെ എത്തിയിട്ടുണ്ട്. $120 എവിടെ, $75 എവിടെ, ആൽമോസ്റ്റ് 40-50% കറക്റ്റ് ആയിരിക്കുന്നു. 50% കറക്റ്റായ കൂടെ 120 പോകില്ല. ഇതെന്ന് വെച്ചാൽ അത് വെറും 107 വരെ തന്നെ പോകും. ഇയർലി 60-70% ഇവിടെ നിന്ന് കയറിയാൽ തന്നെ അത് പീക്കിന് പോകും. അഫീഷ്യൽ റേറ്റ് 300 എന്ന് പറയുന്നത് നിങ്ങളെ പറ്റിക്കാനാണ്. 240 റേറ്റ്. കുറയും. 225 230 വരയ്ക്കും. അവിടെ ആരെങ്കിലും പരിചയമുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റും. നിങ്ങൾ വിൽക്കാൻ പോകുന്നതെങ്കിൽ 220 725 താണ്ടി എടുക്കത്തില്ല. പറ്റുമെങ്കിൽ നിങ്ങൾ വെളിയിനെ വിട്ടിട്ട് ഓടിപ്പോണതാണ് നല്ലത്. അമ്മൂമ്മയ്ക്കാണ്, അപ്പൂപ്പനാണ് വാങ്ങുന്നു, കൊള്ളുപേരൻ എന്നൊക്കെ വാങ്ങുന്നു എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഒരു കഥയാണ്. ഇപ്പം കാണാൻ പറ്റാത്ത സ്ഥലത്താണ് ഇരിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. സംടൈംസ് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് റേസാവും. യാനയ്ക്കും അടിച്ചറക്കും എന്ന് പറയുമല്ലേ. അതുപോലെ വലിയ യാനയായ ബഫറ്റിനും ഇതുപോലത്തെ അബദ്ധങ്ങൾ പറ്റും. ഒരുപാട് ആൾക്കാർ പേഴ്സണലായി എടുക്കുന്നു. പേഴ്സണലായി എടുക്കണ്ട. ഒരുപാട് ആൾക്കാർ പേഴ്സണലായി എടുത്തിട്ട് എൻ്റെ അടുത്ത് വരുന്നു. അങ്ങനെ എടുക്കണ്ട. ഇതിനെ കിട്ടുന്നതിന് വിറ്റുകൊണ്ട് നമ്മളെ ജോലിയൊന്ന് കിട്ടിപ്പോകുന്നതാണ് നല്ലത്. ഒരു മോണിറ്ററി മെറ്റലിനും ഒരു ഇൻഡസ്ട്രിയൽസ് മെറ്റലിനും ഡിഫറൻസിന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തിരികെ തെറ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ശരി, ഇന്ത്യയിൽ ഇന്ന് എന്താണ് ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂസ് എന്തെന്ന് വെച്ചാൽ JLRനെയും കോറസിനെയും വാങ്ങുന്ന സമയം എങ്ങനെ ബസ്സിൻ്റെ അടിയിൽ തള്ളിയോ. ഒരു ബസ് കമ്പനി വാങ്ങാൻ റെഡി ആകുമ്പോൾ
ബസ്സിൻ്റെ അരികിൽ തന്നെ റെഡി ആയിരിക്കുന്നു. അക്വേറ ക്യാഷ് ഫ്ലോ കണ്ടിന്യൂവേഴ്സിൻ്റെ പ്രശ്നം കുറഞ്ഞിരിക്കുന്നു. സെയിൽസ് കുറഞ്ഞിരിക്കുന്നു. കാരണം ഇവാക്കോ വാങ്ങിയ ട്രാഫിക് ലാഭം എന്ന് പറയുന്നു. എല്ലാവരും ആൽമോസ്റ്റ് ബാങ്ക്രപ്റ്റ് സ്റ്റേറ്റിലാണ് വാങ്ങിയത്. വാങ്ങി ടേൺ അറൗണ്ട് ചെയ്യുന്നതാണ് ഇവരെ സ്കില്ല്. ഇൻ കേസ് ഓഫ് കോറസ് എന്താ എന്ന് വെച്ചാൽ റീ എൻവറോൺമെൻറ്റ് ആക്ടിവിറ്റി ആയ കാരണം പ്രോബ്ലം ആയിരിക്കുന്നു. അക്കോ വന്നിട്ട് ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അവർ തയ്യാറിക്കാം. ഇതിരിക്കുന്ന പ്രോഡക്റ്റ് ഇന്ത്യയിൽ ടാറ്റാനെ ഡോമിനൻറ്റ് പൊസിഷനിൽ കൊണ്ടുവരും. അത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം മഹേന്ദ്ര വന്നിട്ട് 35 സ്കോർപിയോനെ ഇന്തോനേഷ്യയിൽ ഇറക്കുന്നു. ഇന്തോനേഷ്യയിലൊക്കെ വിറ്റ് പോകുവാണെങ്കിൽ ഒരു ഇന്ത്യൻ ആളിന് അതൊരു പുതിയ റെക്കോർഡാണ്. ഈ എക്സ്പോർട്ട് മാർക്കറ്റ് തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ടാറ്റാസും പോയ വർഷം 800 പാസഞ്ചർ വെഹിക്കിളിൻ്റെ ഡീൽ അവർ ബുക്ക് ചെയ്തായിരുന്നു. ഇത് രണ്ടും നമുക്കൊരു നല്ല ന്യൂസാണ്. ഇന്ത്യക്ക് നല്ല ന്യൂസാണ്, നമുക്കും നല്ല ന്യൂസാണ്. ഒരാളെ പറയണമെങ്കിൽ ഇതൊരു നല്ലൊരു ന്യൂസാണ്. നമ്മളെല്ലാം പേപ്പറിൽ റിപ്പോർട്ട് വായിച്ചായിരുന്നു. കല്യാൺ ജുവലേഴ്സിനെ ഭയങ്കരമായിട്ട് അടിച്ചിരിക്കുന്നു മാർക്കറ്റിൽ. നമ്മൾ എക്സ്പെക്റ്റഡ് ആണ്, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഓവറാ വാല്യൂ ആയിരുന്നു. അവരെ മെയിൻ വീക്ക്നെസ് എന്തെന്ന് വെച്ചാൽ അവരടുത്ത് ഒരുപാട് കടന്നിരിക്കുന്നു. എയർക്രാഫ്റ്റ് ബിസിനസ് അവർ സൈൻ ചെയ്യുന്നു. അതല്ലാതെ അവർ കാശിന് ചിലവാക്കിയതിൽ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ട് ചെയ്തിരിക്കുന്നു മോത്തിലാലിലൂടെ എന്നാണ് ഒരു ന്യൂസ് വന്നിരിക്കുന്നു. പിന്നെ അവരെ ഒരു പ്രഷറിലാണ് കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ പ്രഷർ കൊടുക്കുന്നു. ഞാൻ അവർ ടാക്കിൾ ചെയ്യാൻ പോകുന്നു എന്നതിന് നമ്മൾ കാത്തിരുന്ന് തന്നെ നോക്കണം. ഫേസ് ചെയ്ത് അവർ ഇതിൽ നിന്ന് മീണ്ട് വരുവാണെങ്കിൽ ഇവരൊരു വലിയ പ്ലെയർ ആവും. ഏതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇതാണ് ഇപ്പോൾ ഗോൾഡിൻ്റെ നിലവാരം. ഹൈറ്റിനും കറക്റ്റായിരിക്കുന്നു. ഇപ്പോൾ ഹൈറ്റിന് ഒരു ഗോൾഡ് കമ്പനി പോലെയാണ് നടത്തുന്നു. ഗോൾഡ് കമ്പനി മാത്രമല്ല, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് ഒരു ക്ലാസ് ഞാൻ എടുത്തായിരുന്നു. കണ്ണാടി, പിന്നെ വാച്ച്, ടെൻറ്റ്, സാരീസ്, ഈ ഫാബ് ഇന്ത്യ തന്നെ അകത്ത് കിടക്കുന്നു. കാരണം ഇതുപോലത്തെ കമ്പനിയൊക്കെ എഴുത്ത് മൂടുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതൊരു മണ്ടത്തനമാണ്. കാരണം അത് അടിപെടുവാണെങ്കിൽ അത് നമുക്ക് കിട്ടിയ ഒരു ചാൻസാണ്, നമ്മളതിനെ പ്രയോഗിക്കണം. വാല്യൂ നോക്കുമ്പോൾ ഷെയർ 3500 വരയ്ക്കും കയറി 8 ബോണസും കൊടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ടിഗോ തന്നെ ഇവരെ വലിയ ഓണർ, ജോയിൻറ്റ് പ്രൊമോട്ടർ, ചാനൽ എപ്പോൾ IAS ഓഫീസർ, ബിഗ് ചെയർമാനാണ് ടാറ്റ കമ്പനി. പക്ഷേ വൈസ് ചെയർമാൻ ന്യൂൽ ടാറ്റയാണ്. വ്യക്തമായിട്ട് പിടിച്ചു വച്ചിരിക്കണം. ഈ മാർക്കറ്റ് ഓപ്പറേറ്റ് ആകുന്നു. സ്റ്റോക്ക് ഫ്ലാറ്റ്ലി സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. OTCS ഇതൊക്കെ എടുക്കാൻ ഒരു നല്ല ചാൻസാണ്. ഇച്ചിരി കിട്ടുവാണെങ്കിൽ ഇതിനെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നുള്ള ന്യൂസ്, ഇഡസ് ലൈഫ് സയൻസസിന് ഒരു ജനറിക് ഡയബറ്റീസ് ബഗ്ഗിന് കിട്ടിയിരിക്കുന്നു. അതിനെ വാങ്ങി മാർക്കറ്റിൽ ഇറക്കാൻ പോകുന്നു. സൈഡസ് ലൈഫ് സയൻസസിൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസിലൊരു സ്പൈക്ക് വരാൻ ഒരു ചാൻസ് വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ വരുമോ ഇല്ല എന്നതിന് നമ്മൾ കാത്തിരുന്ന് തന്നെ നോക്കണം. സ്വർണ്ണവും വെള്ളിയും ഇന്നും ഇറങ്ങാൻ ചാൻസ് ഇരിക്കുന്നു. എന്ന് വേണമെങ്കിൽ ഇന്നും ഒരു 1000-2000 രൂപ ഇറങ്ങും. അതേസമയം വെള്ളി അതോഗതിയാണ്, ലെസ് ദാൻ 2 lakh ഇറങ്ങും. 1 ലക്ഷം രൂപയിൽ സെറ്റിലാകും വെള്ളി. കാരണം വെള്ളി വാങ്ങിയവരൊക്കെ നിങ്ങൾ അകപ്പെട്ടിരിക്കും. ഞാനറിഞ്ഞ് ഒരുപാട് ആൾക്കാർ കാർഡിന് ഫാൻക്ക് ഇതൊക്കെ വാങ്ങിയിരിക്കും. സോ ഇൻവെസ്റ്റ്മെൻറ്റേ അല്ല. സോ ഇതുപോലെ ചെയ്ത് നിങ്ങൾ ഇതിൽ അകപ്പെടരുത്. മെനിഞ്ഞാന്നും അതിന് മുമ്പത്തെ ദിവസവും അമേരിക്കയിൽ ഒരു ഹിസ്റ്റോറിക് ഇവൻറ്റ് നടന്നായിരുന്നു. ഇഷ്യർ നോൺ പിക്നിക്കൽ കമ്പനി ടു ഹിറ്റ് $1 trillion എന്ന് അവർ പറഞ്ഞായിരുന്നു. അതൊരു ഡൈവേഴ്സിഫൈഡ് കൺഗ്ലോമറേറ്റാണ്. സ്റ്റാൻഡലോൺ നോൺ ടെക്നിക്കൽ കമ്പനി, $1 trillion വാല്യുവേഷൻ. ഇതിൻ്റെ പേര് ഫോൾമാർട്ട് കൺഫോണ്ടി എന്ന് പറയുന്ന ആൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു. ടോട്ടൽ വാല്യുവേഷൻ ഇന്നലെ 1 trillion കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. ചിങ്ലി ഇന്ത്യയിൽ അവർ ഫ്ലിപ്കാർട്ടിനെ ഓൺ ചെയ്യുന്നു. ആദ്യം പറയാൻ പോയ ഇതൊരു പ്യൂർലി നോൺ ടെക്നിക്കൽ കമ്പനിയാണ്. ഇരിക്കും 1 trillion ആൻഡ് ആർ മേക്കിംഗ് എ ബിസിനസ് ഓൺ റീറ്റെയിൽ. ന്യൂസ് പേപ്പറിൽ ഇനിയൊരു വാക്യം വായിച്ചായിരുന്നു. ആൽഫബറ്റ് എന്ത് വിചാരിക്കുന്നു എന്നാൽ
H1B വിസ പ്രോബ്ലം നടക്കുന്ന കാരണം അമേരിക്കൻ ജോബിനെ ഗാലി ചെയ്തുകൊണ്ട് ഈ കൊണ്ടുവരാമെന്ന് നോക്കുന്നു. ഹൈദരാബാദിലും 20,000 പേരിന് കൂടുതൽ ജോലിക്ക് ചേർക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽഫബറ്റ് ഇത് നമ്മളെ സ്ഥലത്തിന് വളരെ ഒരു ഗുഡ് ന്യൂസ് ആണ്. ആൽഫബറ്റ് ഇന്ത്യയിൽ മെഡ്രാസിൽ പോറൂരിൻ്റെ അടുത്ത് ഒക്കെ എടുത്തിരിക്കുന്നു. ഇത് എല്ലാ H1Bൻ്റെ ഒരു വിളവാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ട്രേഡ് അഗ്രിമെൻറ്റിൽ H1Bനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ലായിരുന്നു. ഇത് വളരെ വീക്കായിരിക്കുന്നു. സിസ്റ്റിലുള്ള ഇതിനാണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ചാൻസും ഇരിക്കുന്നു. 1-2 എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യാം. നിങ്ങളാ വെപ്രാളപ്പെട്ട ഇതിലെ അഹപ്പെടേണ്ട. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.